അത് ചിലപ്പോൾ എൻ്റെ തെറ്റായിരിക്കും. ജാസ്മിനെ ടാർഗറ്റ് ചെയ്തപോലെ തോന്നി എപ്പോഴും? ഞാൻ ആരെയും ടാർഗറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഒരിക്കലും അങ്ങോട്ട് പോയി ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് ആരും കണ്ടിട്ടുണ്ടാവില്ല. എൻ്റെ അടുത്ത് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ സഹിക്കും, അവസാനം ഞാൻ എന്തെങ്കിലും പറയും. ഈ അർജുൻ ശ്രീതു പ്രണയം ഭയങ്കര രീതിയിൽ പുറത്തും അകത്തും ചർച്ചയായിരുന്നു, അതിനെക്കുറിച്ച്? അതങ്ങനെയാണോ എന്ന് പോലും എനിക്കറിയില്ല, അവർ ഫ്രണ്ട്സാണ്. ഓക്കെ. ജാസ്മിന്റെ ഗബ്രിയുടെ പ്രണയം ഉണ്ടായതോ? അത് ഭയങ്കര ചർച്ച, അതിലും വലിയ ചർച്ചയായ കാര്യമായിരുന്നു. അത് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ അവിടുന്ന് എൻ്റെ കമൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം ഞാൻ അതിനകത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഗബ്രി പോയത് ജാസ്മിൻ ഒരു ഗെയിമിലേക്കുള്ള തിരിച്ചുവരവായോ? എന്തൊക്കെയാ ചോദിക്കണേ? ഓരോരുത്തരും അവർക്ക് പറ്റുന്ന രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട്. ഇനിയിപ്പോ ആർക്കായിരിക്കും സപ്പോർട്ട് കൊടുക്കുക? ആര്, ഞാനാണോ? ഓഫ് കോഴ്സ് എല്ലാവർക്കും അറിയാം ഋഷിക്ക് തന്നെയായിരിക്കും. എന്തുകൊണ്ടായിരിക്കും ഋഷിക്ക് കൊടുക്കാൻ കാരണം ഉണ്ടായ കാരണം? ഋഷി ഞാനവിടെ കണ്ടതിൽ ഏറ്റവും ജെന്യൂൻ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, ഏറ്റവും ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അവൻ ടാസ്ക് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതിൽ കൂടുതൽ എന്തെങ്കിലും വേണമെന്ന് ഞാൻ കരുതുന്നു. ജിൻഡപ്പനെ കുറിച്ച് രണ്ടു വാക്ക്. ജിൻഡപ്പൻ പോളിയാ. ജിൻഡപ്പൻ ഫേക്കാന്ന് പറയുന്നുണ്ടല്ലോ റസ്മിനൊക്കെ, മനസ്സിലാവുന്നില്ല ആളുടെ. അത് ഞാനും പറയാറുണ്ട്, എനിക്ക് ജിൻഡപ്പൻ എന്താന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷെ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം, ജിൻഡപ്പൻ എന്തൊക്കെയോ കാണിക്കും, പക്ഷെ എനിക്ക് എന്തോ ജിൻഡപ്പൻ ഇഷ്ടമാണ്. അത് ജിൻഡപ്പന്റെ ഗെയിം ആണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അത് ആ മനുഷ്യന്റെ ഒരു ക്വാളിറ്റി ആയിരിക്കും. ഒരു ക്വാളിറ്റി ഇല്ലാതെ ഒരാളോട് നമുക്ക് ഇത്രയും എന്ത് ചെയ്തു കഴിഞ്ഞാലും ജിൻഡപ്പൻ്റെ അടുത്ത് ആ ദേഷ്യം എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ചിലപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പിണങ്ങിയിട്ടുള്ള ജിൻഡപ്പൻ്റെ അടുത്തായിരിക്കും, പക്ഷെ ഞാൻ വീണ്ടും ഇണങ്ങും. എന്താണെന്ന് എനിക്കറിയില്ല. അത് ചിലപ്പോൾ ആ മനുഷ്യൻ്റെ ക്വാളിറ്റി ആയിരിക്കും. ഇത്രയും നോമിനേഷൻസിൽ പുറത്തു പോകാതെ പിടിച്ചു നിന്നു. അത് ഞാൻ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നത്. കാരണം എനിക്കറിയില്ല, ഓരോ പ്രാവശ്യം ഞാൻ അന്തം വിട്ടെന്ന് ഞാൻ എവിക്റ്റ് ആയില്ലേ അതെന്താ. അപ്പോൾ അതിനകത്ത് സായിയൊക്കെ ഇടയ്ക്ക് ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് ഇതറിയാൻ. അതേപോലെ തന്നെ എനിക്ക് നല്ല ക്യൂരിയോസിറ്റി ഉണ്ട് ഇതാണ്. ഈ ജാസ്മിൻ എല്ലാ പരിപാടിക്കും അല്ലെങ്കിൽ എല്ലാവരും ഗെയിമിലൊക്കെ ഇടപെടുക എന്നുള്ള രീതിയിൽ തോന്നുന്നുണ്ടോ? എന്താണ് ഞാൻ വിശദമായിട്ട് അൻസിബ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കയറി അവള് പറയുന്നു അല്ലെങ്കിൽ ജാസ്മിൻ സംസാരിക്കുന്നു എന്നുള്ള രീതിയിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, എൻ്റെ ഇടയിൽ കയറി ആര് സംസാരിച്ചാലും എനിക്ക് ഇറിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയും ഞാൻ സംസാരിക്കുന്നു. അൻസിബ ഋഷി ഭയങ്കര വിശ്വസ്തനായിട്ടല്ലോ, ഇനിയിപ്പോൾ ഋഷിയുടെ വിശ്വസ്തരായിരിക്കും? ഋഷി ഞാൻ പിന്നെ അഭിഷേക് വന്നപ്പോൾ ഞങ്ങൾ അഭിഷേകുമായിട്ട് കൂട്ടായിട്ടുണ്ടായിരുന്നു. അഭിഷേകും ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരാളാണ്. ബിഗ് ബോസ് എന്ന പാഠം എന്തായിരിക്കും? ഒരുപാട് ലെസൺസ് ഉണ്ട്, ഒരുപാട് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സ്ഥലത്ത് പറയണം. പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഖേദിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ എന്തെങ്കിലും അങ്ങനെ പറയണം എന്ന് തോന്നണം എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ ഒന്നുമില്ല. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം എന്തെങ്കിലും പറയാമായിരുന്നു എന്ന് തോന്നി പറയും. പക്ഷെ ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഞാൻ ബഹളം ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല. എനിക്ക് കിട്ടുന്ന ടാസ്കുകളിൽ ചെന്ന് ഞാൻ കൃത്യമായി പറയാറുണ്ട്. നോറയെ എലിമിനേഷനിൽ സേഫ് ആക്കിയത് കൊണ്ടാണോ ഇപ്പോൾ പുറത്താവേണ്ടി വന്നത്? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. അന്നെന്താ നോറയുടെ കൂടെ സംസാരിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ നോറയ്ക്ക് വിട്ടുകൊടുത്തതിന് കാരണം? അറിയില്ല, ഒന്നാമത് തലേ ദിവസം എനിക്ക് ഭയങ്കര ഞാൻ അൻസിബ ഫ്രൈ തോരനൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് എന്താ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. അപ്പം നോറ പറഞ്ഞപ്പോൾ ഓക്കെ. പിന്നെ എനിക്ക് വേണമെങ്കിൽ അവസാനം ബിഗ് ബോസ് ചോദിച്ചപ്പം ഞാൻ നോമിനേറ്റ് ചെയ്യുന്നു പറയാമായിരുന്നു, തോന്നിയില്ല, പറഞ്ഞില്ല. ഇപ്പോൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ പറയുന്നതാണ്, ഇപ്പോൾ ജിൻഡോൻ്റെ കളികൾ കാര്യങ്ങൾ ബിഗ് ബോസിൽ ഇപ്പോൾ ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്നത് പല ഭാഗങ്ങളും കുറവാണ്, അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നത് കുറവാണ്. ലാലേട്ടൻ ഇപ്പോൾ ശനി ഞായർ ദിവസങ്ങൾ വരുമ്പോൾ ജിൻഡോനെ ഇപ്പോൾ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ്. അങ്ങനെ എന്തെങ്കിലും അവിടെ ഉണ്ടോ? ജിൻഡോ ഡൗൺ ആണോ അതോ? അടിപൊളിയല്ലേ? ടോപ്പ് 5 വരെ എത്താൻ സാധ്യതയുള്ളത് ആരൊക്കെയാണ്? എനിക്കറിയില്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ടോപ്പ് 3 ഉണ്ട്: ഋഷി, അഭിഷേക്, ജിൻഡപ്പൻ. കപ്പടിക്കോ ജിൻഡപ്പൻ? എനിക്കറിഞ്ഞൂടാ. എനിക്ക് ഋഷി കപ്പടിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ശരി, താങ്ക് യു. ഒരുപാട് നന്ദി. താങ്ക് യു. ആദ്യം വന്നിട്ട് നീ എൻ്റെ ഷോൾഡർ